5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം പാദവാർഷിക മൂല്യനിർണ്ണയം 2022-23 വർഷത്തെ ചോദ്യപേപ്പർ പരിശോധിക്കാം. ആകെ 6 പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായി എഴുതണം. ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന്റെ ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1 കവിത വായിക്കാം എഴുതാം. അവിടെ പൂക്കാലം എന്ന ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിത തന്നിട്ടുണ്ട്. കവിത ശ്രദ്ധിച്ചു വായിക്കുക. അതിനിടയിലുള്ള 5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. പ്രവർത്തനം 2 വർണ്ണന തയ്യാറാക്കുക. പുഴയിൽ പുതുവെള്ള പാച്ചിലിൽ പൊടി മീനും മഴതൻ സംഗീതത്തിൽ കുട്ടിയും നീന്തിപ്പോയി. മഴയുടെ സംഗീതം ആസ്വദിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രമാണ് ONV കുറുപ്പ് വർണ്ണിക്കുന്നത്. മഴക്കാർ വരുമ്പോൾ ആകാശം ഇരുളുന്നത്, പക്ഷികളുടെ കലപില ശബ്ദം, ചൂളം വിളിച്ചെത്തുന്ന കാറ്റിൽ ആടിയുലയുന്ന മരങ്ങൾ, ഇങ്ങനെ എത്രയെത്ര കാഴ്ചകളാണ് മഴക്കാലം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാവുക. ഇവിടെ AB എന്ന 2 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യം നോക്കാം. മഴക്കാല കാഴ്ചകളെ കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കൂ. ഇവിടെ മഴക്കാലത്തെ കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കാനാണ് പറയുന്നത്. B ചോദ്യം. കറുത്ത ആകാശം എന്ന അർത്ഥം വരുന്ന പദം ഏത്? പ്രവർത്തനം 3 കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിൽ ഇലവുമരം മുറിച്ചു മാറ്റിയ സംഭവം വല്യമ്മയുടെ ഹൃദയത്തെയാണ് സ്പർശിച്ചത്. അതവരെ ദുഃഖത്തിലാഴ്ത്തി. തന്റെ ജീവിത ലക്ഷ്യം തകർന്നു പോയെന്ന് വല്യമ്മയ്ക്ക് തോന്നി. ഈ ചോദ്യം. വല്യമ്മ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. B ചോദ്യം. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തി എഴുതൂ. പ്രവർത്തനം 4 കുറിപ്പ് തയ്യാറാക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പതുക്കെ മുറ്റത്തിറങ്ങി മരച്ചില്ലുകളിലേക്ക് നോക്കുക. പുലരിയെ എതിരേൽക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പൂഞ്ചിറകളുള്ളവർ മാത്രമല്ല, പൂക്കുല വാലുള്ളവരും അവിടെ ഉത്സാഹത്തോടെ തിമർക്കുന്നുണ്ടാവും. സുഗതകുമാരി ടീച്ചർ നമുക്ക് എഴുതിയ കത്ത് ഓർമ്മയുണ്ടല്ലോ. താഴെ കൊടുത്ത ചിത്രം ശ്രദ്ധിക്കൂ. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ മരങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ജീവജാലങ്ങളുടെ അവസ്ഥ എന്താകും? ഈ ചോദ്യം. ഈ ചിത്രം നൽകുന്ന സന്ദേശം എന്താവാം? ചിത്രം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. B ചോദ്യം. മാതൃക നോക്കി പൂരിപ്പിക്കുക. പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. P ഭാസ്കരൻ രചിച്ച ആദിവിദ്യാലയം എന്ന കവിതയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. 60 വർഷങ്ങൾക്കപ്പുറമാണ് എന്റെ അരുമയാമാദ്യത്തെ വിദ്യാലയം. മിഴികൾക്കു മുന്നിൽ തെളിഞ്ഞിടും വഴിവക്കിൽ പഴയോലമേഞ്ഞോരൻ വിദ്യാലയം. അവിടെ ഞാൻ ആദ്യമായി അക്ഷരപ്പൂവിലെ ചെറുതേനെടുത്തു തേനീച്ച പോലെ. ചോദ്യം നോക്കാം. ആദ്യ വിദ്യാലയം എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ചുവടെ ചേർത്ത കാര്യങ്ങൾ കൂടി പരിഗണിക്കുമല്ലോ. കവിതയുടെ ആശയം, ഇഷ്ടപ്പെട്ട വരികൾ, സവിശേഷ പ്രയോഗങ്ങൾ, മറ്റു പ്രത്യേകതകൾ. ഈ കവിത ഒരു 4-5 പ്രാവശ്യം വായിച്ച് അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. പ്രവർത്തനം 6 ലഘു ഉപന്യാസം. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന പതിപ്പിലേക്ക് പ്രകൃതി സംരക്ഷണവും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പൊ നമ്മുടെ വിഷയം കിട്ടിയിട്ടുണ്ട്. ആ വിഷയം തലക്കെട്ട്, ആമുഖം, ഖണ്ഡികാകരണം, സ്വന്തം നിരീക്ഷണം, ഉപസംഹാരം എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇതൊക്കെ വെച്ച ഒരു ലഘു ഉപന്യാസം എഴുതാനാണ് പറയുന്നത്.
അപ്പൊ ഇത്രയുമാണ് ഈ വർഷം 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.